+1 മലയാളം പാഠപുസ്തകത്തിൽ ഡോക്ടർ തോമസ് സക്കറിയ എന്താണ് ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡോക്യുമെൻ്ററി എന്താണെന്ന് വിശദമായിട്ട് പരിശോധിക്കാം. കാഴ്ചയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഏടാണ് ഡോക്യുമെൻ്ററികൾ. പൊതുവെ കഥേതര ചിത്രങ്ങളെയാണ് ഡോക്യുമെൻ്ററി എന്ന് വിവക്ഷിക്കാറുള്ളത്. യഥാർത്ഥ സംഭവങ്ങൾ, കാര്യങ്ങൾ, വ്യക്തികൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ചിത്രീകരണങ്ങളാണ് ഡോക്യുമെൻ്ററികൾ. യഥാർത്ഥ സംഭവങ്ങളാവാം, കാര്യങ്ങളാവാം, വ്യക്തികളെ കുറിച്ചുള്ളതായിരിക്കാം. ഇതൊക്കെയായിരിക്കും ഡോക്യുമെൻ്ററിയിലെ ചിത്രീകരണങ്ങൾ എന്ന് പറയുന്നത്. കഥാചിത്രങ്ങളായ കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് ലഭിച്ച ജനപ്രീതി ഡോക്യുമെൻ്ററികൾക്ക് നേടിയെടുക്കാനായില്ല. സിനിമകൾ എന്ന് പറയുന്നത് എന്താണ്? കഥാചിത്രങ്ങളാണ്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ടായിരിക്കും. ആ കഥയ്ക്കനുസരിച്ചായിരിക്കും ചിത്രീകരണം നടത്തുന്നത്. എന്നാൽ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് അങ്ങനെയല്ല. കഥകളൊന്നും ഉണ്ടാവത്തില്ല, ചിത്രങ്ങൾ മാത്രമായിരിക്കും. ചിലപ്പം യഥാർത്ഥ സംഭവങ്ങളെയോ കാര്യങ്ങളെയോ വ്യക്തികളെയോ ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു ചിത്രീകരണമായിരിക്കും ഡോക്യുമെൻ്ററികൾ. അപ്പോൾ സിനിമയോളം പ്രാധാന്യം ഡോക്യുമെൻ്ററിക്ക് ജനപ്രീതി ലഭിച്ചിട്ടില്ല. ഫീച്ചർ ഫിലിമുകൾ നമ്മുടെ സ്വപ്നങ്ങളെ ആവിഷ്കരിക്കുന്നവയാണെങ്കിൽ ഡോക്യുമെൻ്ററികൾ നമ്മുടെ ബൗദ്ധികവും ഭാവനാത്മകവുമായ ഉൾക്കാഴ്ചകളാകുന്നു. ഇപ്പോൾ നമ്മൾ ഫിലിമുകളൊക്കെ ആണെങ്കിൽ, ഫീച്ചർ ഫിലിമുകളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെയായിരിക്കും ഇപ്പോൾ കൂടുതലായിട്ട് ആവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിപരമായിട്ടും ഭാവനപരമായിട്ടും നമ്മുടെ കാഴ്ചയെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. നമുക്ക് കൂടുതലും അറിവുണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഡോക്യുമെൻ്ററികൾ ചിത്രീകരിച്ചിരിക്കുന്നത്. നാം എന്താണോ കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഒരു വിസ്തരിക്കലാണവ. കാലത്തെയും ലോകത്തെയും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഒരു പുതിയ മാർഗത്തിലൂടെ അനുഭവിക്കാനുള്ള തൃഷ്ണ വളർത്തുകയാണ് ഡോക്യുമെൻ്ററിയുടെ ദൗത്യം. അപ്പോൾ സിനിമയൊക്കെ ആണെങ്കിൽ ഭാവനയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അത് സ്വപ്നം പോലൊരു ആവിഷ്കാരമാണ്, നമ്മുടെ സ്വപ്നത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളെയും സിനിമയിലൂടെ നമുക്ക് കാട്ടിത്തരികയാണ് സിനിമ ചെയ്യുന്നത് ആണല്ലോ. എന്നാൽ ഡോക്യുമെൻ്ററിയിലാണെങ്കിൽ നാം കാണുന്ന കാര്യങ്ങൾ, നാം അറിയുന്ന കാര്യങ്ങൾ, നാം അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ വിസ്തരിച്ച് കാണിക്കുന്നതാണ്. നമ്മുടെ കാലത്തെയും ലോകത്തെയും ഒക്കെ നമ്മുടെ മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടുമൊക്കെ ഒരു പുതിയ വഴിയിലൂടെ നാം അനുഭവിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഡോക്യുമെൻ്ററിയുടെ ദൗത്യം എന്ന് പറയുന്നത്. ഇനി ഡോക്യുമെൻ്ററിയുടെ ലക്ഷ്യം, ഉദ്ദേശം, മൂല്യം എന്നിവ എന്തെന്ന് നമുക്ക് നിർവചിക്കേണ്ടതായിട്ടുണ്ട്. വസ്തുതകളെയും യാഥാർത്ഥ്യങ്ങളെയും കൃത്യമായും സത്യസന്ധമായും ചിത്രീകരിക്കുക. അപ്പോൾ നമ്മൾ എന്താണോ കാണുന്നത്, ഇപ്പോൾ പ്രകൃതിയിലെ ഡോക്യുമെൻ്ററി ചെയ്യാറുണ്ടല്ലേ. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാടിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി അവിടുത്തെ ജലസ്രോതസ്സുകളെക്കുറിച്ച്, അവിടുത്തെ മൃഗങ്ങളെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ച്, പ്രകൃതിയിലെ മനോഹാരിതയെക്കുറിച്ചൊക്കെ നമുക്ക് ഡോക്യുമെൻ്ററി ചെയ്യാം. അപ്പോൾ അത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കും അല്ലേ, അത് കൃത്യവുമായിരിക്കും, സത്യസന്ധവുമായിരിക്കും. അപ്പോൾ ഡോക്യുമെൻ്ററിയിൽ പ്രധാനമായിട്ടും അത് സത്യസന്ധതയുള്ളതായിരിക്കണം, യാഥാർത്ഥ്യമുള്ളതായിരിക്കണം എന്ന് നമ്മൾ കണ്ടു. പുതിയ അറിവും വിവരവും പകർന്നു നൽകുക. ഇപ്പോൾ ഒരു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്റേഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ സ്ഥലത്ത്, ആ പ്രദേശത്തിലെ ജലസ്രോതസ്സുകളെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ച്, പക്ഷികളുടെ പേരുകൾ, വിവിധ ഇനം പക്ഷികൾ, പലപ്പോഴും പല വ്യക്തികളും കണ്ടിട്ടില്ലാത്ത പക്ഷികൾ നമുക്ക് അവിടെ ദർശിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഡോക്യുമെൻ്ററി ചെയ്യുന്നതിലൂടെ പുതിയ പുതിയ അറിവുകളും നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയാവും. കാഴ്ചയുടെയും ചിന്തയുടെയും രീതികളിൽ പരിവർത്തനം വരുത്തുക എന്നിവയാണ് ലക്ഷ്യം. അപ്പോൾ നമ്മളൊരു ഡോക്യുമെൻ്ററി കാണുന്നതിലൂടെ, ഇപ്പം ഒരു പ്രകൃതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രകൃതിയുടെ മനോഹാരിത ദൃശ്യത്തെ നമ്മൾ ഡോക്യുമെൻ്ററി ചെയ്യുന്നു. അതൊരു വ്യക്തി കാണുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷം പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിലയിരുത്തുവാനുമുള്ള ചിന്തകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രീതി ആ ഒരു വ്യക്തിയിൽ പരിവർത്തനം ചെയ്യുവാനായിട്ട് ഇടയാവും. ജനങ്ങൾ എങ്ങനെ ജീവിക്കുകയും തമ്മിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നതിനെയൊക്കെ ആധികാരികമായി പ്രതിനിധീകരിക്കാനും, അതുപോലെ അജ്ഞാതമായ പരിതസ്ഥിതികളെയും സംസ്കാരങ്ങളെയും കണ്ടെത്തി അവതരിപ്പിക്കുവാനും നമ്മൾ ഈ ഡോക്യുമെൻ്ററി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അജ്ഞാതമായ പല കാര്യങ്ങളും നമ്മൾ അവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ ഡോക്യുമെൻ്ററിക്ക് കഴിയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. ഇത് ഡോക്ടർ തോമസ് സക്കറിയ ഡോക്യുമെൻ്ററിയും ഫിലിംസ് ഡിവിഷനും എന്ന് പറയുന്ന തൻ്റെ
എഴുത്തിൽ നൽകിയിരിക്കുന്ന ഡോക്യുമെൻ്ററിയുടെ വിശദീകരണമാണ്. അപ്പോൾ എന്താണ് ഡോക്യുമെൻ്ററി എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു.